മാറ്റിപ്പിടുത്തം. ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണ്. ഇവിടെ സുഖം. ചെറിയ മഴയുണ്ട്, നല്ല വെയിലിടക്ക് വെയിലുണ്ട്, കുഴപ്പമില്ല. ചെറിയ തണുപ്പുണ്ട്, ചെറിയ മഞ്ഞുണ്ട്. അപ്പേ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെ ഞാൻ എപ്പോഴും പറയാനുണ്ട്, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോ ആണെങ്കിൽ നല്ല അടിപൊളി കമന്റ്, അല്ലാണ്ട് കുറെ ലവും തമ്പും അതല്ല. നമുക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അതിനെങ്ങനെയാണോ അതൊന്ന് കൊടുക്കാൻ പറ്റണതെന്ന് വെച്ചാൽ അത് 2 വാക്ക് അത് മതി. സൂപ്പറാണ് ചേച്ചി, അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇത് ആ ലവ് അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് കമന്റ് ഇടുക. പിന്നെ എന്താ എപ്പോഴും പറയണവര് ഒരു വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. 10 പേരെങ്കിലും ഒരു 10 തൊട്ട് 4 പേരും കൂടി ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാന്ന് കണ്ടാലേ നമ്മുടെ വീഡിയോ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ പോകുമെന്ന് ഇങ്ങനെ പല യൂട്യൂബേഴ്സും ടെക് ചാനലിലുള്ള യൂട്യൂബേഴ്സൊക്കെ പറയണത്, പരസ്പരം ഇങ്ങനെ പറയുന്ന ആൾക്കാരും പറയണത് കേട്ടുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ പരസ്യവും കയറിയിട്ടുണ്ട്. മാക്സിമം പരസ്യം കാണാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവരും ഇന്നെന്ന് എൻ്റെ മോളിലൊരു പ്രത്യേകതയാണ്. എനിക്ക് ഉപയോഗമില്ല, എൻ്റെ മോൾ ഉടുക്കുകയില്ല. എനിക്ക് അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അപ്പൊ ഞാനൊരു പഴയ സാരിയിലായിട്ട് ചെയ്യണത്. അപ്പൊ ആ വീഡിയോ എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം. അപ്പൊ എൻ്റെ യൂട്യൂബ് ചാനലിട്ട് എല്ലാവർക്കും സ്വാഗതം. അതെ, ഇതാണ് ആ സാരി. ഞാൻ ഉടുക്കാറില്ല കേട്ടോ. അപ്പൊ ഏതാണ്ടും ബ്ലൗസിന് ഒരു 1.5 മീറ്ററും അടിയിലോട്ട് നമുക്കൊരു 2 മീറ്ററൊക്കെ മതിയാകും. അപ്പൊ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഞാൻ ആദ്യം എൻ്റെ അരവണ്ണവും ഞാൻ എടുക്കണ ഇറക്കവും കൂടി ബ്ലൗസിന്റെ ഇത് വേണ്ട. ബ്ലൗസ് നല്ല ഇടമുള്ളതാണ്, കയ്യും അങ്ങനെ തന്നെ. അപ്പൊ നമ്മുടെ അരവണ്ണം, അപ്പൊ അരവണ്ണം പൊക്കിളിന്റെ അവിടെ വെച്ചിട്ട് ഒന്ന് എടുക്കുക. 38ആണ് എൻ്റെ അരവണ്ണം, കണ്ടോ? അതുപോലെ ഇറക്കാൻ ദൂരം വേണോന്ന് നോക്കുക. അപ്പൊ നമ്മ നേരെ നിൽക്കുക, കാലൊപ്പം വെച്ചിട്ട്. എന്നിട്ട് നമ്മുടെ ടേപ്പ് ഞാനിപ്പോൾ എടുക്കുന്നത് എൻ്റെ ചുരിദാറിന്റെ ഇറക്കം പറയുള്ളതാണ് കേട്ടോ. അവിടെ നിന്ന് ചുരിദാറിന്റെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ പൊക്കിളിന്റെ അവിടെ പറയാൻ പിടിച്ച എത്ര കിട്ടും? 24 കിട്ടും. അപ്പൊ നമുക്ക് ആ 24-ന് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബാക്കിലെ ഇതുണ്ടല്ലോ, ഞാൻ 26 എടുക്കണ്ട കേട്ടോ. പിന്നെ 26-ല് അതിനുള്ള തുണി ഞാനൊന്ന് മുറിച്ചെടുക്കാം കേട്ടാ. അപ്പൊ അതെ, നമ്മള് ഇതൊന്നും ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ ഓണാക്കി കെട്ടിട്ടത് വീഡിയോ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറയാം. അതായത് നമ്മുടെ ഉള്ളിലോട്ട് വന്ന സൈഡ് ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മള് പിടിക്കുമ്പോ ഉള്ളിലോട്ട് വന്ന സൈഡ് ഏതാണെന്നോ അതൊന്ന് കിട്ടുള്ള തീട്ടിപ്പോണേ, കണ്ടോ? ഉള്ളിലോട്ട് വന്ന ഈ സൈഡ് ഉണ്ടല്ലോ, കണ്ടോ? ഇത് ഞാൻ ഇങ്ങനെ ഇവിടെ കുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങനെയാണ് കിടക്കണത്. ഇനി ഈ ഒരു ഭാഗം കണ്ട, ഇത് നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്ത ആ ഫ്ലീറ്റ് ഉണ്ടല്ലോ, അത് ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഫ്ലീറ്റ് ഇട്ടിട്ട് ഒന്ന് പിന്നു കുത്തി വെക്കണം. കറക്റ്റിന് തന്നെ നമുക്ക് പിന്നു കുത്താട്ടാം. ഫ്ലീറ്റ് ചെറുതാ വലുതാ എന്തായാലും പ്രശ്നമില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒരു പിന്നി കുത്തി വെക്കണം കേട്ടാ. നമ്മുടെ ഈ ഒരു ഭാഗത്താണ് ഇത് വന്നത്, കണ്ട? ഞാൻ ഇതിങ്ങനെ തന്നെ പിന്നെ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറക്കി വെച്ചു. ഇനി നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ നല്ല കോണിപ്പട്ട, അതായത് എങ്ങനെ പറയൊരു ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ആ കട്ടിങ് ഒന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ നമ്മുടെ തുണി കണ്ടോ ഇതുപോലെ വിടർത്തിയിട്ടിട്ടുണ്ടേ. ഇനി ഞാൻ കാണിച്ചു തരാം. നമ്മള് ഇവിടെ ഞാൻ ആ ഫ്ലീറ്റ് പോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിങ്ങനെ കണ്ടോ, നമ്മുടെ അരവണ്ണം എങ്ങനെയാണോ അതനുസരിച്ചിട്ട് ഇതൊന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഫ്ലീറ്റ് ഉണ്ടല്ലോ നമ്മൾ ഇങ്ങോട്ടാക്കണത്, കണ്ട? എന്നിട്ട് ഈ അരവണ്ണം കറക്റ്റാണെന്നൊന്ന് നോക്കുക. നമ്മുടെ ഈ അരവണ്ണം ഉണ്ടല്ലോ, ഇവിടുത്തെ അരവണ്ണം കറക്റ്റാണെന്നൊന്ന് നോക്കാം. ഇപ്പം 38. അപ്പൊ കൂട്ടുകാരെ കണ്ടോ? അപ്പൊ ഞാനൊന്ന് പറയാട്ടാ, ഞാൻ ഈ ഫ്ലീറ്റ് ഒന്ന് ഇങ്ങോട്ട് നീക്കി വെക്കട്ടെ കേട്ടാ.
അപ്പം ഫ്ലീറ്റ് നമ്മൾ എടുത്തേക്കണ എത്തരണോ അത് അവിടെ വെക്കുക എന്നല്ല, നമ്മൾ അരവണ്ണം കണക്കാക്കിയിട്ട് വേണം ഇത് വെക്കാൻ. അപ്പം ആ ഫ്ലീറ്റ് ഞാൻ പിന്ന് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ടേക്കണത് കണ്ട, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതുപോലെ വെച്ചിട്ടുണ്ട് ഞാൻ 2 പീസായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പീസ് കണ്ടല്ലോ അല്ലേ, ഇത് കൊണ്ടുവന്ന് ഞാൻ ഇതുപോലെ വെച്ചു. അതായത് ഈ മുകളിലെ ഭാഗം ഒപ്പം അടിയിലൊരു ഏറ്റക്കുറച്ചിലുണ്ടാവും, നമ്മുടെ കെട്ടിട്ട് വെച്ചേക്കാനുള്ള. അതിനുശേഷം ഈ ഫ്ലീറ്റ് നമ്മളിവിടെ കൊണ്ടുവന്ന് വെക്കാം. കണ്ടോ, വെച്ചതിന് നമ്മുടെ അരവണ്ണം എത്രയാണോ അതിൻ്റെ പകുതി ഉണ്ടാകുന്ന നോക്കണത്. ഇപ്പോൾ 2 ഭാഗത്തെയാണ്, ഫ്രണ്ടും ബാക്കും. അപ്പോൾ 34ൻ്റെ പകുതി എത്രയാണ് അത് കാണണം. അപ്പോൾ 34ൻ്റെ പകുതി നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പം എനിക്ക് കിട്ടി. ഇനി ഞാൻ ഈ താഴെ വശം, അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകുന്നാവോ, ഇവിടെ കണ്ടോ, ഇവിടെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഞാൻ ഈ ഫ്ലീറ്റ് ഉണ്ടല്ലോ ഇതുപോലെ തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലീറ്റ് ഞാൻ ഇതുപോലെ ഒരൊറ്റ പീസാക്കി എടുക്കുകയാണ് കേട്ടോ. ബാക്കി ഞാൻ താഴോട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ എടുത്തു. കണ്ട, എടുത്തു കഴിഞ്ഞിട്ട് ഈ ഫ്ലീറ്റ് ഒന്ന് കറക്റ്റിന് വയ്ക്കുക. സംഭവം സിമ്പിളാണ്, വീഡിയോ സിമ്പിളായിട്ട് തോന്നൂല കേട്ടോ. വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് ഈ അടിഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ അടിഭാഗം ഒന്ന് ക്രോസായിട്ട് കട്ട് ചെയ്യണം. അപ്പം ഞാൻ അടിഭാഗം ഒന്ന് ക്രോസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആ ക്രോസ് കട്ടിങ് അങ്ങനെയായി. എന്നിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ നമ്മളൊന്ന് വിടർത്തി എടുക്കണം. കാരണം ഇതിപ്പോൾ സ്റ്റെപ്പായിട്ട് വരില്ല, നമുക്ക് ഇതൊന്ന് വിടർത്തി എടുക്കാം. ഇങ്ങനെയാണ് വന്നെ, കണ്ട, ഇങ്ങനെയല്ലേ വന്നത്. അപ്പം ഞാനതനുസരിച്ച് ഒന്നും കൂടെ കണ്ടോ, ഇവിടെ നിന്ന് ഇച്ചിരിയും കൂടി നീക്കി ഒരു 1-2 ഇഞ്ച് നീക്കിയിട്ട്, അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു മുകളിൽ വന്ന് കണ്ട, ഈ ഒരു പീസ് ഇതിൻ്റെ മുകളിലോട്ട് വന്നു, അങ്ങനെ വന്നം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ ഇതിനിപ്പോൾ ഇങ്ങോട്ട് വെച്ചു, അതിനുശേഷം ഒന്നും കൂടെ വെച്ചു. അപ്പോൾ ഇച്ചിരിച്ച് മുകളിലേക്ക് വന്നേക്കണം. കണ്ട, ഇതുപോലെ മുകളിൽ വന്ന സ്റ്റെപ്പ്, അതായത് ഈ താഴെയുള്ളത് ഓരോ ഇഞ്ച് നമുക്ക് താഴെ കാണാൻ പറ്റണം. ഇങ്ങനെ ഇത് മുകളിലോട്ടും വരണം. അപ്പം മുകളിലത്തെ ഇച്ചിരി കൂടുതൽ മുറിച്ചെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതൊന്ന് മടക്കി അടിച്ചെടുക്കണം ആദ്യം. എന്നിട്ട് നമ്മുടെ ഈ ഫ്ലീറ്റ് ഇട്ടിട്ട് വേണം നമുക്ക് പട്ട വെച്ച് കൊടുക്കാൻ. അപ്പം ഞാനിതൊന്ന് ഒന്നും ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചെടുക്കുക. ഇങ്ങനെ മടക്കി അടിച്ചെടുക്കണം നമ്മൾ ചെറുതായിട്ട് കേട്ടോ. അതെ, നമ്മൾ ആ ഫ്ലീറ്റ് ഇതുപോലെ കണ്ട, മുകളിലല്ല, ഇതുപോലെ 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഇട്ട് കൊടുത്തു. ഇനി നമ്മളിവിടെ ഒരു കെട്ടിട്ടിട്ടുണ്ടായിരുന്നു, ആ കെട്ട് ഞാൻ അഴിച്ചിട്ട്, അപ്പം ഞാൻ ഇവിടെ ഒരു കെട്ടിട്ടിട്ടുണ്ടായി അഴിച്ചു കളഞ്ഞില്ലേ, അവിടെ നമുക്ക് ആ കെട്ടിട്ടപ്പോൾ ഇച്ചിരി ചുളുക്കുണ്ടായി, ഓർമ്മയുണ്ട? ഇതിങ്ങനെ 2-3 ചുളുക്കുണ്ടായിരുന്നു. ആ ചുളുക്കും നമുക്ക് ഇവിടെ വരണം. അപ്പോൾ അവൾ ഉടുക്കുമ്പോൾ ആ ചുളുക്ക് ചിലപ്പോൾ കാണും എന്നതാണ് തോന്നണത്. അവരുടുക്കുമ്പോൾ കാണും. ഒരു കട്ടിങ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അന്നത്ത്. ഞാൻ സ്റ്റിച്ചിങ്ങും കൂടെയാണ് ചെയ്യണം. അപ്പോൾ അതുപോലെ ഒന്ന് ചെറുതായിട്ട് നമ്മളിവിടെ കെട്ടിയിട്ടപ്പോൾ ഒരു ചുളുക്ക് ഇതുപോലെ വന്ന് കണ്ട, ആ ചുളുക്ക് ഇവിടെ കാണണം. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കുഞ്ഞ് കണ്ട ഫ്ലീറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ഫ്ലീറ്റ് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ മൂലയെന്ന് നമ്മുടെ ഈ ഒരു മൂല ഉണ്ടല്ലോ, ആ മൂല കെട്ടുമ്പോഴാണല്ലോ അങ്ങനത്തെ ഒരു ചുളുക്ക് വന്നത്. അപ്പോൾ അതെ കണ്ട, ഇതൊക്കെ നമ്മുടെ ഒരു ഐഡിയ ഒക്കെ ചെയ്യണമാണ് കേട്ടോ. നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതല്ലല്ലേ. കണ്ട, ആ മൂല ഭാഗത്തേക്കാണ് അടിച്ച് ഞാൻ ചേർക്കണത്. കണ്ട, ഈ താഴെ ഇവിടം വരെ ഒരു 3 ചെറിയ ഫ്ലീറ്റ് ഇടുന്നുണ്ട്. കണ്ട,
ഞാനിങ്ങനെ അടിച്ചെടുക്കണേണത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമുക്കിത് കണ്ട ഇതുപോലെ ചുളുക്ക് കിട്ടി. കണ്ട ഇതാണ് ചുളുക്ക്. ഇത് നമുക്ക് പട്ട വെച്ച് പിടിപ്പിക്കണം. അപ്പം നമ്മൾ എത്രയാണ് ഇതെടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ പട്ട ഒന്ന് നമുക്ക് കറക്റ്റിന് എടുത്തൊന്ന് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ അതെ ഞാൻ ഒരു വശം അടിച്ചെടുത്തു. കണ്ട ഇനി നമ്മൾ ഇതകത്തോട്ട് വെച്ചൊന്ന് മടക്കി അടിക്കണം. ഇതുപോലെ ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു 1.5 ഇഞ്ച് വീതി തന്നെ, 1.5 ഇഞ്ച് കിട്ടൂല, 1.25 ഇഞ്ച് വീതി വന്നൊരു പട്ട കിട്ടും. കണ്ടോ? ഇതിൻ്റെ മുകളിലോട്ട് ഇതൊന്ന് കറക്റ്റിന് വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചെടുക്കുക. അപ്പോൾ അതെ നമ്മൾ പട്ടയൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പം പാവാട പണി നമുക്ക് കഴിഞ്ഞു. അപ്പോൾ പാവാട എങ്ങനെ ഇരിക്കുമെന്നാണെന്ന് നിങ്ങൾ വിചാരിക്കണത്? കണ്ടോ? ഇത് ഇങ്ങനെ ഇരിക്കും. ഈ ഫ്ലീറ്റ് ഇങ്ങനെയും വരും. കണ്ടോ? ഇങ്ങനെ ഇരിക്കും. ഇതാണ് നമ്മുടെ പാവാട. മനസ്സിലായില്ലേ? അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാനും വിചാരിക്കണത്. ഇതിങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. ഈ ഒരു ഭാഗം ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇതിങ്ങനെ ഞാൻ കട്ടിങ് മാത്രം സ്പീഡിൽ കണ്ടുള്ളൂ. പിന്നെ ഞാനിതൊക്കെ എൻ്റെ ഒരു ബൊമ്മയിൽ ചെയ്തെടുത്തുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് പറ്റിയാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇങ്ങനെ ഇരിക്കും പാവാട. ഇനി ബ്ലൗസാണ് നമുക്ക് നോക്കേണ്ടത്. ബ്ലൗസ് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് എത്ര ഇറക്കം വേണമെന്ന് നോക്കുക. അപ്പം ഞാൻ 21 ഇഞ്ച് ഇറക്കത്തിൽ, അതായത് 42 ഇഞ്ച് ഇറക്കത്തിൽ ഇതുപോലെ ഒരു പീസ് 2ആക്കി മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിനൊന്ന് 4ആക്കി മടക്കണേണേ. നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് 4ആക്കി ഇതുപോലെ മടക്കുക. എന്നിട്ട് നിങ്ങളൊരു അളവെടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് വെക്കുക. ഇതിൻ്റെ മുകളിൽ ഒരു ചുരിദാർ ഇതുപോലെ 2ആക്കി ഞാൻ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വരക്കണ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കോളണം. ചുരിദാർ 2ആക്കി മടക്കി കറക്റ്റിന് വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ ഇച്ചിരിയും കൂടി ഇടം ഇടണുണ്ട്. ഇതിന് ഇടം വേണം കേട്ടോ. ഇവിടെയാണ് ഞാൻ സ്ലീവ് എടുക്കണം. കണ്ടോ? അപ്പം സ്ലീവിന് ഞാൻ ഇവിടെ ഒരു 9 ഇഞ്ച് 10 ഇഞ്ചോളം കൊടുക്കണം കേട്ടോ. കണ്ട? എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതാണ് ഞാൻ ഇടം ഇടണത്. കണ്ടോ? ഇടം ഇടണത് ഇങ്ങനെയാണ് ഞാൻ. അല്ലെ അത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. കണ്ട? നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇത് മുറിച്ചങ്ങാട് എടുക്കുക. അപ്പം നോക്കുക, നമ്മുടെ കൈ എത്ര നമുക്ക് ഇടം വേണമെന്ന് നോക്കിയാൽ മാത്രം മതി ഇവിടെ. കണ്ടോ? അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗം എത്ര ഇടം വേണമെന്നാണ് അതനുസരിച്ചിട്ട് വേണം നമ്മളിങ്ങനെ വെട്ടിയെടുക്കാൻ. അപ്പം ഞാൻ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. കണ്ട? അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു വണ്ണം ഉണ്ടല്ലോ, ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് വരണത്. ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കൊണ്ടുപോകും നമ്മൾ. എന്നിട്ട് പിന്നെ കഴുത്ത് നെക്ക് കട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് എടുക്കുന്നത് ഇങ്ങനെയാണ്. 4 പീസും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് കണ്ട കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് കട്ട് ചെയ്തെടുത്തു. കണ്ട? മനസ്സിലായില്ലേ? ഇത് നമ്മുടെ കൈയുടെ ഇടമാണിത്. ഇനി നമ്മൾ ഷോൾഡർ ഒന്നും പെട്ടുള്ള നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം എത്രയാണെന്ന് നോക്കിയിട്ട് ബാക്കും ഫ്രണ്ടും ഒന്ന് വെട്ടിയെടുക്കുക. അപ്പം ഞാൻ ബാക്ക് ഫ്രണ്ട് 4.5 ഇഞ്ചും കഴുത്തിന് അകലം 3 ഇഞ്ചുമാണ് കൊടുക്കണത്. ഇത് ഞാൻ ഇങ്ങനെ ഒരു യു കഴുത്താണ് കേട്ടോ. യു അല്ല വി അല്ലാത്തൊരു കഴുത്ത്. കണ്ട? റെഡിമെയ്ഡിൽ വരുന്ന കഴുത്ത് ഇതാണ് കേട്ടോ. യു ആയിരിക്കൂല, വി ആയിരിക്കൂല. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതൊന്ന് വിടർത്തി നോക്കിയാലോ? കണ്ടോ? ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ ഇതിലേടെ ഒന്ന് ഉള്ളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട? ഇതിങ്ങനെയാണ് അടിച്ചെടുക്കണം. ഞാൻ തിരിച്ചെടുക്കാം. തിരിച്ചെടുക്കുമ്പോൾ ഇതൊരു വവ്വാലിൻ്റെ മോഡലായിട്ട്. കണ്ടോ? കൈയുടെ ഇടം കണ്ട? ഇങ്ങനെ. അപ്പം ഇങ്ങനെയാണ്
അപ്പം നമ്മുടെ മിഷ്യത്തിൻ്റെ പവർ ഓഫായിപ്പോയി. ഇനി 1 മണിക്കൂർ കഴിയണം അല്ലെങ്കിൽ. അപ്പോൾ കഴുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഷെമ്മീഷിനൊക്കെ അടിക്കൂലേ, അതുപോലെ ഒരു ചെറുത് ആദ്യം അടിച്ചിട്ട് പിന്നെ ഒരെണ്ണവും കൂടി അടിച്ച് ചുറ്റിനൊന്നും അടിച്ചെടുത്താൽ കഴുത്ത് ഫിനിഷ് ആകും കേട്ടോ. പവർ ഓണായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇത് എഡിറ്റ് ചെയ്ത് എടുക്കാനുള്ള സമയം കഴിയും. അതുകൊണ്ട് ഞാൻ നെക്കിൻ്റെ വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ഇട്ട് നോക്കിയാലോ. ഇങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ഒരു ലുക്ക്. കണ്ട ഒരു വവ്വാൽ പറന്നു വന്ന അതിന്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. സിമ്പിളാണ്, പക്ഷെ കുറച്ചുകൂടിയൊക്കെ ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ ഇറക്കം വെക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിതൊരു ഇൻസ്റ്റയിൽ കണ്ട മോഡലാണ്. കട്ടിങ് മാത്രം കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റിച്ചിങ് കണ്ടിട്ടുണ്ടായില്ല. പിന്നെ എൻ്റെ ഒരു രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നണം ഒരു ബെൽറ്റും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഷേപ്പിന് ഇരിക്കുമെന്ന് തോന്നുന്നു. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ ഇതാണ് ഫ്ലീറ്റ് പിടിച്ചേക്കണത്. കണ്ട ഇതുപോലെ അടിവശം ഇങ്ങനെ ഇരിക്കണം. അതുപോലെ ഈ ഇതും നമുക്ക് ഇവിടെ കയറി ഇവിടെ 3-4 അടിയിൽ ഫ്ലീറ്റ് ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് വീഡിയോ? കൊള്ളാവോ?